ഗോകുൽ ഗോപിനാഥ് താങ്കളോടാണ് ചോദിക്കുന്നത്. ഈ ഭാരതാംബയെ കാവിക്കൊടി പിടിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ സ്കൂളുകൾ കാവി ക്യാമ്പുകളാക്കുകയാണോ? ഇവിടെ കൈരളി ഇന്ന് ഈ ചർച്ച സംഘടിപ്പിച്ചത് ആ ചർച്ച ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. അതിന് കാരണം ഇവിടെ നിങ്ങൾ ആമുഖമായി അവതാരികൾ സൂചിപ്പിച്ചതുപോലെ ഭാരതാംബയും യൂണിവേഴ്സിറ്റിയും നിയമനങ്ങളും അല്ലെങ്കിൽ സസ്പെൻഷനുകളും അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന പാദപൂജ എന്ന് പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ സ്കൂളുകൾക്കകത്ത് കുട്ടികൾ ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്തു എന്നതാണ് ഇന്ന് കൈരളിയും SFIയും CPMും കണ്ട ഏറ്റവും വലിയ അപരാധം. കൈരളി അതല്ല കണ്ടത്. ഞാൻ ഒന്ന് ഇടപെട്ട് ഗോകുലിനെ തിരുത്തുകയാണ്. സ്കൂളുകളിൽ അധ്യാപകരെ വന്ദിച്ച കാര്യമല്ല കൈരളി വാർത്തയായി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. BJP നേതാവിനെ വന്ദിച്ചതാണ്. അത് ഇനി സ്കൂളുകൾ അധ്യാപകരെയും കാൽ കഴുകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം, അതിലേക്ക് വരാം. ഇതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ഗോകുൽ. പറയട്ടെ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയും നമ്മളെല്ലാം പറഞ്ഞും പ്രവർത്തിച്ചും പഠിച്ച വാക്യങ്ങളുണ്ട്. മാതാ പിതാ ഗുരു ദൈവം എന്ന വാക്യം. ഇവിടെ ദൈവത്തിന് മുകളിൽ അധ്യാപകനെ ഗുരുവിനെ കാണുന്നൊരു സംസ്കൃതിയുടെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും. അവിടെ RSSകാരില്ല, അവിടെ കമ്മ്യൂണിസ്റ്റുകളില്ല, അവിടെ കോൺഗ്രസ്സുകാരില്ല, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയവുമില്ല. ഈ നാട്ടിൽ ഈ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തിന് മുകളിൽ കാണുന്ന, ദൈവത്തെക്കാൾ മുകളിൽ കാണുന്ന ഗുരുവിൻ്റെ പാദങ്ങൾ കുഞ്ഞുങ്ങൾ വന്ദിക്കുന്നതും പാദപൂജ ചെയ്യുന്നതും എങ്ങനെയാണ് അപരാധമായി പോകുന്നത് എന്നുള്ളത്. അത് ഗോകുൽ ഗോപിനാഥ്, ഇത് BJPക്കാരോ RSSന്റെയോ മാത്രം ചിന്തയല്ല. അത് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ആ രീതിയിൽ തന്നെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതാണ്. അല്ല, പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ തെറ്റായി പറയരുതല്ലോ ഗോകുൽ. ഒരു കാര്യം ഇവിടെ BJP നേതാവിനെ അനൂപ് എന്ന ആലപ്പുഴയിലെ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാൽ അവിടെ ആ സ്കൂളിലെ കുട്ടികൾ പൂജിച്ചത് അധ്യാപകനല്ല. BJP നേതാവ് അധ്യാപകനല്ല. അധ്യാപകനാണോ? ആ സ്കൂൾ അധ്യാപകനാണ്. അല്ല, അദ്ദേഹം മാനേജ്മെന്റിന്റെ. ഞാൻ പൂർത്തീകരിക്കട്ടെ. എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ലാൽ സാറേ. ഇവിടെ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെയും മുതിർന്നവരുടെയും പാദസേവ ചെയ്യുന്നതും പാദം തൊട്ടു വണങ്ങുന്നതും പാദപൂജ ചെയ്യുന്നതുമൊക്കെ അപരാധമായി നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ, കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്, SFI ഉദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലും സ്കൂളിലുമുള്ള കുട്ടികൾ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറ അധ്യാപകർക്ക് വേണ്ടി ശവമഞ്ചം പണിയണമെന്നാണോ? അധ്യാപകർക്ക് വേണ്ടി റീത്ത് വയ്ക്കണമെന്നാണോ? അധ്യാപകർക്ക് വേണ്ടി കുഴിമാടം പണിയണമെന്നാണോ? അല്ലെങ്കിൽ ഏറ്റവും വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള TP ശ്രീനിവാസനെ പോലെയുള്ള ആളുകളുടെ കരണമടിച്ച് പൊളിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് വലുത്? അതാണോ പുരോഗമനം? അധ്യാപകരെ ഇവിടെ ഇന്നത്തെ വിഷയം ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ അധ്യാപകരുടെ കാൽ കഴുകി പാദപൂജ നടത്തുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഞാനും എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. പക്ഷേ പഴയ കാലഘട്ടത്തിലെ ഗുരുകുല സമ്പ്രദായത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തതുപോലെ അല്ല. ഇന്ന് ശമ്പളത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി അഭ്യസ്ത വിദ്യരായ ആളുകൾ അധ്യാപന ജോലി ചെയ്യുന്നുണ്ട്. ആ അധ്യാപകരുടെ കാൽ കഴുകി വേണം കുട്ടികൾ മുന്നോട്ട് വരേണ്ടത് എന്നാണോ BJP കാണുന്നത്?